അഭിവന്യരായ നേതാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. ദിൽ ഖുവ്വത്തിൽ മതീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാദിഖിൽ വഅദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അജയ്യനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങൾ അവர்கள், അഭിവന്യരായ ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ, വയനാട് ജില്ലയിൽ നിന്നുള്ള സമസ്ത മുഷാവറയുടെ പ്രഗത്ഭരായ പ്രതിനിധികൾ, മുസക്കോയ മുസ്ലിയാർ, അംസ മുസ്ലിയാർ, മുഷാവറ അംഗങ്ങളാകുന്ന പാക്കോട് മൊയ്തീൻ മുസ്ലിയാർ തുടങ്ങി ഇവിടെ സമസ്തയുടെ നേതാക്കളും പണ്ഡിതന്മാരും, ഇതിൻ്റെ കൺവീനറാവുന്ന MC മൊയ്ൻ ഹാജി സാഹിബ്, അതേപ്രകാരം ഇവിടെ നിരവധി ഉലമാക്കളും ഉമറാക്കളും നേതാക്കളും അണിനിരന്നിട്ടുണ്ട്. അതിലുപരി ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പരിസരത്ത് സന്നദ്ധരായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ, ഇതൊരു വലിയ അനുഗ്രഹീതമായ ഒരു സദസ്സാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു പരീക്ഷണത്തിന് വിധേയമായവരാണ് നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രണ്ട് വീട് നൽകിയിട്ടുണ്ട്. ഒന്ന് ദാറുദ്ദുനിയ, ഏറ്റവും അടുത്ത വീട്, അതാണ് ഈ ഭൗതിക ലോകവും ഭൗതിക ലോക ജീവിതവും. അദ്ദാറുൽ ആഖിറ എന്ന് പറയുന്ന മറ്റൊരു വീട്, അത് കുറച്ച് ദൂരത്താണ്. നമ്മളുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഉള്ള വീടാണത്. ഈ ദുനിയാവിൽ സംബന്ധിച്ചിടത്തോളം, ഈ അടുത്ത വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും വീടാണ്. ഒരിക്കൽ നമ്മൾക്ക് സന്തോഷമുണ്ടായാൽ മറ്റൊരിക്കൽ നമുക്ക് സന്താപമുണ്ടാവും. അങ്ങനെ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ഇടയിലുള്ള ഒരു പരീക്ഷണത്തിന്റെ വീടാണ്. ഈ പരീക്ഷണത്തിൽ ആരാണോ വിജയികളായവരെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ മഹത്തായ പ്രതിഫലമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വബശ്ശിരിസ് സ്വാബിരീൻ, വിവിധങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ആരാണ് ക്ഷമാശീലരെങ്കിൽ അവർക്ക് വലിയ മഹത്തായ നേട്ടങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത നൽകണമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉപദേശിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മൾ ക്ഷമാശീലരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ മുസീബത്തുകളും വന്നു ചേരുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർക്കണം. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുകയും, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, എന്തെങ്കിലും ആഫത്തുകൾ വന്നുപെട്ടാൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളവരാ, അള്ളാഹുവിൻ്റെ അടിയങ്ങളാണ്, ഞങ്ങളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഉടമസ്ഥൻ ചെയ്യുന്നവരൊക്കെ ഞങ്ങൾ സംതൃപ്തരാണ്.
വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ്, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുന്ന, ക്ഷമിക്കുന്നവർക്ക് സന്തോഷം നൽകുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. മനുഷ്യർക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ബാക്കിയുള്ളവർ അവരെ സഹായിക്കണം. ഒരു ബിൽഡിംഗ് പോലെയാണെന്നാ, ഒരു ബിൽഡിംഗ് പോലെയാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്തിന് കേടുപറ്റിയാൽ എല്ലാവർക്കും കേടുപറ്റിയതുപോലെയാണ്. ആ ബിൽഡിങ്ങിൻ്റെ മുഴുവൻ ഭാഗത്തിന് അതിൻ്റെ ആ കേടിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതുപോലെ മനുഷ്യ സമൂഹത്തിൽപ്പെട്ട ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ ആ ബുദ്ധിമുട്ട് സമൂഹത്തിന്, മനുഷ്യ സമൂഹത്തിന് ഒട്ടാകെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവരെ സഹായിക്കാനും പരസ്പരം സഹായിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും മനുഷ്യൻ സന്നദ്ധരാണ്. ആ രീതി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. 6000-ലധികം ആയത്തുകളുള്ള വാക്യങ്ങളുള്ള വിശുദ്ധ ഖുർആനിന്റെ 1-ാം വാക്യം, അതിന്റെ 1-ാം വാക്യത്തിന്റെ അധ്യാപനം തന്നെ ഈ ആശയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആന്റെ 1-ാം വാക്യമാണത്. അള്ളാഹുവിന്റെ തിരുനാമത്തിൽ തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ 99 പ്രത്യേക നാമങ്ങളിൽ നിന്ന് എടുത്തു പറയുന്നത് അർ റഹ്മാനി എന്നാണ്. എന്താണ് റഹ്മാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അതിവിശാലമായ കാരുണ്യം, അള്ളാഹുവിന്റെ അതിവിശാലമായ കാരുണ്യം അത് എല്ലാവർക്കും ബാധകമാണെന്നാണ്. വസിഅത്ത് റഹ്മതി കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം, എൻ്റെ കരുണ അതെല്ലാ എൻ്റെ സൃഷ്ടികൾക്കും വിശാലമായതാണ്. ഇവിടെ പല രീതിയിലുള്ള ആളുകളുണ്ടാകും. ഏത് രീതിയിലുള്ള ആളുകളായിരുന്നാലും അവർ അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് അള്ളാഹു. എത്ര നല്ല ഒരു അധ്യാപന രീതിയാണത്! വിശുദ്ധ ഖുർആനിന്റെ 6000-ലധികം വരുന്ന വാക്യങ്ങളിൽ 1-ാമത്തെ വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താ കാര്യം? എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ ചെയ്യുന്നവർ ആരാണോ അവർക്ക് റഹ്മാനായ റബ്ബ്, അവിടെ റഹ്മാൻ എന്നാ പറഞ്ഞത്. വേറെ എത്ര പേരുകളുണ്ട്? അള്ളാഹു എല്ലാവർക്കും കരുണയുള്ളവനാണ് എന്നതുപോലെ കരുണ ചെയ്യുന്നവർക്ക് ആ റഹ്മാനായ റബ്ബിന്റെ കരുണയുണ്ടാവും. ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് മൻ ഫിൽ അർദ്, ഈ ഭൂലോകത്ത് താമസിക്കുന്നവർക്കൊക്കെ തന്നെ നിങ്ങൾ കരുണ ചെയ്യുക. എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ഉന്നതിയിലിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് കരസ്ഥമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയിലുള്ളവർക്കൊക്കെ കാരുണ്യം ചെയ്യുക എന്നാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മളെല്ലാവരും പരസ്പരം നാം എല്ലാവരും മനുഷ്യർ, നമ്മളെല്ലാവരും ഒന്ന്, നമ്മളുടെ ഒരു സഹോദരന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളൊക്കെ അവിടെ എത്തിപ്പെട്ട് നമ്മൾ അവരെ സഹായിക്കാനും നമ്മൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാവണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എവിടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ, ഉരുൾപൊട്ടൽ, അതുപോലെയുള്ള പ്രളയം തുടങ്ങിയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഓടിയെത്താറുണ്ട്, ആകുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ആകുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ
വയനാട് ദുരന്തം മുണ്ടക്കയിലും ചൂരൽമലയിലും പരിസരങ്ങളിലുമുണ്ടായ ഈ മഹാദുരന്തം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ സമസ്തയുടെ പ്രവർത്തകർ, വിക്കായ പ്രവർത്തകന്മാർ ഇവിടെ ഓടിയെത്തി. സമസ്തയുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി തന്നെ ഇവിടെ രൂപീകരിച്ചു. അതിനു വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു. നല്ല ഒരു പങ്കാണ് നമ്മുടെ പ്രവർത്തകന്മാർ വഹിച്ചത്. സമസ്തയുടെ നേതാക്കൾ ഇവിടെ ഓടിയെത്തി. ആ സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു. ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും സമഗ്രമായി മനസ്സിലാക്കി പൂർണ്ണമായ റിപ്പോർട്ട് തന്നെ ശേഖരിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയെ ഏൽപ്പിച്ച സഹായനിധി അത് വളരെ സത്യസന്ധമായ നിലക്ക് എത്രയാണോ നമ്മൾക്ക് കിട്ടിയതെങ്കിൽ ഒരു റുപ്പിക പോലും അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചെലവഴിക്കാതെ ആ സംഖ്യ മുഴുവനും ഈ വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് മാത്രം ചെലവാക്കി, ഇതിനു വേണ്ടി മാത്രം ഉപയോഗിച്ച്, മുഴുവനും അതിനുവേണ്ടി മാത്രം വിനിയോഗിച്ച് ആ കാര്യം പൂർത്തിയാക്കും. അതാണ് സമസ്തയുടെ കഴിഞ്ഞകാല രീതി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞങ്ങളിവിടെയുള്ള ആളുകളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഒരു ചെറിയ ധനസഹായം, ബാക്കിയുള്ള നമ്മൾക്ക് വീടുകളോ പള്ളികളോ മദ്രസകളോ അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങളോ അതൊക്കെ തന്നെ നമ്മൾക്ക് ആലോചിച്ച് ചിന്തിച്ച്, ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എല്ലാവരും അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ടൗൺഷിപ്പ് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവിടെ താമസിപ്പിക്കാൻ പോകുന്നത്, ഞങ്ങളൊക്കെ അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അപ്പൊ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് വളരെ ശാസ്ത്രീയമായി ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, അനാവശ്യങ്ങൾ ഒഴിവാക്കുക എന്ന തീരുമാനമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം പാഴാക്കാതെ, ഒട്ടും വൈകിക്കാതെ, അവസരത്തിനൊത്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സമസ്തക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ സയ്യിദുൽ ഉലമായുടെ ഉദ്ഘാടന പ്രസംഗം ചെയ്യാനുണ്ട്, അധ്യക്ഷ പ്രസംഗമുണ്ട്. ഇവിടെ നമ്മളുടെ പണ്ഡിതന്മാർ, ഉലമാക്കൾ, നേതാക്കളൊക്കെ ആശംസകൾ അർപ്പിക്കാനുണ്ട്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെല്ലാവരും, എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ ദുരന്തത്തിൽ നിങ്ങൾ എത്ര വേദന അനുഭവിച്ചോ, നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചോ, അതിലൊക്കെ ഞങ്ങൾ അതിലുപരിയായി നിങ്ങളോട് കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെ വിഷമത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പങ്കാളികളായിക്കൊണ്ട് നിങ്ങൾക്ക് ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങളുടെ ബുദ്ധിമുട്ടിനേക്കാൾ ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളും അതിൽ പങ്കാളികളാണ്, പങ്കുചേരുന്നവരാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. അല്ലാഹു തആല ഒരു ഉയർന്ന ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ ഇവിടെ കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ സ്വാഗതം, എൻ്റെ ഉത്തരവാദിത്വം സ്വാഗതം പറയലാണ്. ബഹുമാനപ്പെട്ട ഇവിടെ എല്ലാവരുടെ പേരും ബഹുമാനപ്പെട്ട മോയിൻകുട്ടി മാസ്റ്റർ ഇവിടെ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. അഭിവന്യരായ സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് ആണിവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിലേക്ക്. ട്രഷറർ ബഹുമാനപ്പെട്ട കൊയ്യോട് ഉമർ ഉസ്താദാണ് ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുകയാണ്. മുഷാവറ മെമ്പർമാരായ നമ്മുടെ അംഗങ്ങളുണ്ട്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒക്കെ പേര് വായിച്ചത് കൊണ്ട് ഞാൻ ആവർത്തിക്കണില്ല. നമ്മുടെ സംഘടനാ പ്രവർത്തകര്, നമ്മുടെ ഉലമാ
ഉലമാക്കള്, ഉമറാക്കള്, പ്രിയമുള്ള സഹോദരന്മാര്, സഹോദരിമാര് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.